എന്റെ ഉള്ളത് തന്നെ അവർക്ക് രണ്ടാൾക്ക് കിട്ടിയേക്കണം. ഇപ്പൊ തൊട്ടപ്പുറത്തുള്ളൊന്നും കുഴപ്പമില്ല. അവര് ഞാനിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത് അവനത് പിടിച്ച് അവർ എഴുതി തുടങ്ങി. എന്റെ തന്നെ ഒരുത്തൻ നിങ്ങളൊക്കെ നിൽക്കാണ്. ഞാനും ലാബ് എക്സാമിന് വെച്ചാൽ ഈ ഫുൾ കവേർഡ് ആയിട്ടുള്ള ടേബിൾസ് ആണ്, കവേർഡ് ആയിട്ടുള്ള ബോക്സ് ടേബിൾസ് ആണ്. അപ്പൊ ഞാനിപ്പോ എന്റെ സങ്കടമൊക്കെ കണ്ടിട്ടില്ല. അത് നോക്കിയിരുന്ന ഞാൻ തോൽക്കൊല്ലും വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് ഇത് ആദ്യത്തെ പേപ്പർ മറിച്ച് രണ്ടാമത്തെ പേപ്പർ മറിച്ച് അതിന്റെ അകത്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കാലിലൊരു തോണ്ട അവൻ അവിടെ നിന്ന് മറ്റേ ടോമഞ്ചറിലൊക്കെ വരുന്നില്ല. ഇതിങ്ങനെ ഒരു തലയെത്തിച്ച് നോക്കുമ്പോ ടീച്ചർ അങ്ങോട്ട് പോകാൻ ആ ഗ്യാപ്പിൽ 3-4 ടേബിള് കടന്ന് എന്റെ കാലുകൾ ഞാൻ കൊടുക്കുന്നു. അവൻ തിരിച്ചതുപോലെ തന്നെ പോകുന്നൊക്കെ കണ്ടുകൊണ്ടിട്ട് ദൈവമേ ആകെ പ്രശ്നമായിരുന്നു, ഞാൻ പിടിക്കപ്പെടുമെന്നൊക്കെ ആലോചിച്ച് എന്റെ മുഖത്തൊരു ഇത്തിരി ടെൻഷനൊക്കെ വന്നു. അപ്പൊ ഞാനിത്തിരി മാന്യനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കോളേജിൽ അങ്ങനെയായിരുന്നു അവിടെ മൊത്തത്തിൽ ഒരു ധാരണ. അപ്പൊ ടീച്ചർ നോക്കിയപ്പോ എന്റെ മുഖത്ത് പരിങ്ങൽ കണ്ടപ്പോ എനിക്ക് ഈ പ്രോഗ്രാം അറിയാത്ത കാരണം കൊണ്ടാണ് ഞാൻ പരിങ്ങുന്നതെന്ന് ചോദിച്ചിട്ട് ഈ ടീച്ചർക്ക് എന്നോട് സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ടീച്ചർ അടുത്ത് വന്ന് നിന്നു. ഞാൻ എഴുതി തുടങ്ങി. ഇനി എന്ത് ചെയ്യും, എനിക്ക് അടുത്ത വരി എഴുതാനെങ്കിൽ ഇതൊന്നും മറച്ചു നോക്കണം, പറ്റണില്ല. പക്ഷെ ടീച്ചർ എനിക്ക് ഫുൾ പറഞ്ഞു തന്നു. ഞാൻ ഫുൾ എഴുതി. അപ്പൊ ടീച്ചർ 2 എക്സ്പെരിമെന്റ് ആണ്. ഇതിന്റെ തന്നെ അടുത്ത ഭാഗമുണ്ട്. അപ്പൊ അടുത്ത എഴുതാൻ ടീച്ചർ പറഞ്ഞിരുന്ന ബാക്കി ആരും കാണൂലേ? അല്ല, ടീച്ചർ പാവം നോക്കിട്ട് ഞാൻ പഠിക്കുന്ന കുട്ടിയായിരുന്നു അവിടെ. ടീച്ചർ ബാക്കി കൂടെ പറഞ്ഞുതരാം, ഞാൻ എഴുതിക്കോളാം. ഞാൻ മറച്ചപ്പെട്ടൊരു ഭിത്തിന്ന് അപ്പൊ തന്നെ പിടിച്ച് പുറത്താക്കി. അപ്പൊ ഞാനാണെങ്കിൽ ഭക്തി ഒന്നുമില്ലെങ്കിലും സ്റ്റൈലിന്റെ ഭാഗമായിട്ടൊരു പൊന്തയൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഈ ടീച്ചറും ക്രിസ്ത്യാനി. അപ്പൊ ടീച്ചർ എന്റെ അടുത്ത് നീ ക്രിസ്ത്യാനിയല്ലേ, നീ എന്തെങ്കിലും ചെയ്യാൻ പാടുന്നു, സത്യ ക്രിസ്ത്യാനിയല്ലേ? സോറി, പറ്റി. അപ്പൊ ടീച്ചർ അതുവരെ പറഞ്ഞു തന്നതോ? എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ. ഞാനപ്പോ പരീക്ഷയ്ക്ക് പറഞ്ഞു ഇത് സ്വയരക്ഷയല്ലേ അങ്ങനെയാണെങ്കിൽ? അതെങ്ങനെ ടീച്ചറെ ഒരു കുട്ടീനെ സഹായിച്ചു ഞാൻ, പക്ഷെ തെറ്റല്ലേ ചെയ്തത്, ബിറ്റല്ലേ. അപ്പൊ ടീച്ചർ ഞാൻ പറയട്ടെ, മോറൽ സൈഡ് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ടീച്ചർ ഇമ്മോറൽ സ്റ്റോറി ഞാൻ എന്റെ ആ മുഖഭാവവും എല്ലാം കണ്ട് ടീച്ചർക്ക് പാവം തോന്നിയിട്ട് ടീച്ചർ യു ഹാവ് ടു ടെൽ ദിസ് ഇൻ ദ കൺഫെഷൻ. ഓഫ് കോഴ്സ് കുമ്പസാരത്തിൽ പറയണമെന്ന് പറഞ്ഞോളാം. ചെല്ലേ ബാക്കി എഴുത്. ഞാൻ 2 സ്റ്റെപ്പ് വെച്ചിട്ട് തിരിഞ്ഞിട്ട് ടീച്ചർ